ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് റമളാനിലെ ഒന്നാമത്തെ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഓത്തും നിസ്കാരവും ഒക്കെ കഴിഞ്ഞിട്ടാണ് അടുക്കളയിലേക്ക് ഏകദേശം 2 മണിക്ക് ആയിട്ടുണ്ടാവും. ആ സമയത്താണ് കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് മെയിനായിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. നൈസ് പത്തിരിയും ചിക്കൻ കറിയാണ്. അപ്പോൾ ഇതാ പത്തിരിയൊക്കെ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഈ നൈസ് പത്തിരിയുടെ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കട്ടോ. അപ്പോൾ അതിലേക്ക് കോമ്പായിട്ട് ചിക്കൻ തേങ്ങ വറുത്തരച്ചിട്ടുള്ള കറിയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ആ കുക്കറിലേക്ക് 3 ഉള്ളി ചെറിയ പീസാക്കി കട്ടാക്കിയതും 2 മീഡിയം സൈസിലുള്ള തക്കാളി 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതാണ് കേട്ടോ. ഇനി 2 പച്ചമുളക് നടുക കീറിയതും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിപ്പോൾ 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ ഇത് സാധാ മുളക് പൊടിയാണ് കേട്ടോ. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂണും കൂടെ കൂടുതലിട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചിട്ടെടുക്കുക. അപ്പോൾ തേങ്ങ വറുത്തരച്ചിട്ടുള്ള കറിയാകുമ്പോൾ നമുക്ക് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാനെങ്കിൽ നല്ല ടേസ്റ്റാണ്. ലാസ്റ്റ് കുറച്ച് ചെറിയ ഉള്ളിയിൽ ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഉള്ളിയും തക്കാളിയൊന്നും വഴറ്റിയെടുത്തിട്ട് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കറി റെഡിയായി കിട്ടും. ഇനി അതിലേക്ക് കഴുകി വെള്ളമൊക്കെ വാർത്തെടുത്ത ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഒരു മസാല എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് തന്നെ ഒന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഉള്ളിയും തക്കാളിയും ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് എടുക്കുന്ന സമയത്ത് തക്കാളിയൊക്കെ കൈകൊണ്ട് നന്നായിട്ട് നിരടിയിട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചിട്ടെടുക്കുക. ചിക്കൻ ആകുമ്പോൾ അധികം ഒന്നും വേവുണ്ടാവില്ലല്ലോ. 2 വിസിലൊക്കെ അടിച്ചാൽ മതി. അപ്പോഴേക്കും ചിക്കൻ വെന്തിട്ടുണ്ടാകും. ഇനി അതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്ന് വറുത്തിട്ടെടുക്കാം. അപ്പോൾ അതാ ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഞാനിപ്പോൾ ഒരു തേങ്ങ മുഴുവനായിട്ട് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. വലിയ സൈസിലുള്ളൊരു തേങ്ങയാണ്, അത് മൊത്തമായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂണോളം വലിയ ജീരകം, 2 ചെറിയ പീസ് പട്ട, 2 ഏലക്കായ, ഒരു 3-4 ഗ്രാമ്പു, ഇത്ര ഐറ്റംസ് ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ കൂടുതൽ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാൻ മറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്ന ആ ഒരു വീഡിയോ കട്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു 4-5 ചെറിയ ഉള്ളി കട്ടാക്കൊന്നും വേണ്ട, തോല് കളഞ്ഞിട്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് വറുത്തിട്ടെടുക്കണം. അത്യാവശ്യം നന്നായിട്ട് തന്നെ നെരിഞ്ഞ് വന്നിട്ട് കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തന്നെ വറുത്തെടുക്കുക. അപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നന്നായിട്ട് തന്നെ അത് അരച്ചെടുക്കട്ടോ. അപ്പോഴൊക്കെ നമ്മളെ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് തേങ്ങ അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ. ഇനി കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ച് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ലൂസാക്കിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ ലാസ്റ്റ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ആ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇനി അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇനി തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന സമയമുണ്ടല്ലോ, ബബിൾസൊക്കെ പൊന്തി വരുന്ന സമയത്ത്, ആ സമയത്ത് ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കണം. അതാണ് കേട്ടോ കറക്റ്റായിട്ടുള്ള പരിവം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് താളിച്ച് വെച്ച് കൊടുക്കാം. അതിനിപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ഒന്ന് ചൂടായി വരട്ടെ. ഇനി അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി കട്ടാക്കിയതാണ്. ഇനി നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കുക. ഒരു ഗോൾഡൻ കളറാവുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ കളറായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. ചൂടോട് കൂടെ തന്നെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ ഇതിവിടെ കളറൊക്കെ മാറി റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോട് കൂടെ തന്നെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയും പത്തിരിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്തതായിട്ട് അത്താഴത്തിന് വേണ്ടിയുള്ള കുറച്ച് ചിക്കൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒന്ന് മസാല കുഴച്ചിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇവിടെ ഉള്ളവർക്ക്
അത്തായത്തിന് മീനൊന്നും വലിയ ഇഷ്ടമില്ല കേട്ടോ. മീനും തീരെ ഇഷ്ടമില്ല. ചിക്കനോ അല്ലെങ്കിൽ കോഴിമുട്ടയൊക്കെ ആണ് കേട്ടോ അവർക്കിഷ്ടം. അപ്പോൾ ആ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ്. അതിനുള്ള മസാലയൊക്കെ തേച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അത്തായത്തിൻ്റെ ടൈമിലാണ് കേട്ടോ അത് പൊരിച്ചെടുക്കുക. അപ്പോൾ വെള്ളമൊക്കെ വാർത്തെടുത്ത ചിക്കനിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് തൈരും കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു മാരിനേഷൻ മാത്രമാണ് ഇതിന് കൊടുക്കുന്നത്. ചെറുതായിട്ടൊന്ന് മസാലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചിട്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും ഇതിൽ നന്നായിട്ട് തന്നെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തേക്കുള്ള ജ്യൂസ് ഇവിടെ മുന്തിരി അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതും ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം. നന്നായിട്ട് തണുത്ത് വരട്ടെ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് തരിയും കൂടെ കാച്ചിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാൽ ഉപയോഗിച്ചിട്ട് ഞാൻ തരി റെഡിയാക്കി എടുത്തതാണ്. തേങ്ങാപ്പാൽ വെച്ചിട്ട് തരി റെഡിയാക്കി എടുത്തതിൻ്റെ വീഡിയോ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇതിപ്പോൾ ഞാൻ പാലുണ്ടല്ലോ, പാക്കറ്റ് പാൽ, അത് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ തരി റെഡിയാക്കിയിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ ഇടുന്നുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കട്ടോ. അപ്പോൾ ഇതാ തരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നോമ്പുതുറക്കുള്ള എല്ലാ ഐറ്റംസും ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് സ്നാക്കായിട്ട് ഇതാണ് കേട്ടോ, ഉള്ളിവടയാണ് കേട്ടോ പൊരിക്കടിയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 6 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ പൊരിക്കടിയും ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബത്തക്ക, മുന്തിരി, ഉള്ളിവട, മുന്തിരി ജ്യൂസിൻ്റെ, പിന്നെ പാലും ബത്തക്ക ഇട്ടിട്ടുള്ള ജ്യൂസും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാ ഐറ്റംസും കൂടെ കഴിച്ചതാണ്. ഇനി നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിയുന്നതിന് ശേഷമാണ് കേട്ടോ ചായ കുടിക്കുന്നത്. അപ്പോൾ പത്തിരിയും ചിക്കൻ കറിയും ഒക്കെ ഉണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ചായ കൂടിയാണ്. അപ്പോൾ നിസ്കാരം നിസ്കാരമൊക്കെ കഴിയുന്നതിന് ശേഷമാണ് കേട്ടോ ചായയൊക്കെ കുടിക്കാറ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. പുതിയ വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബായ്. അപ്പോൾ കാക്ക മോനൊക്കെ ചായ കുടിയിലാണ് കേട്ടോ.